സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് അബിയെ പറ്റിയിട്ട് 2 വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം അബിയെ പറ്റിയിട്ട് 2 വാക്ക് പറയണം. എല്ലാവരും അബിയെ പറ്റി നല്ലത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയമുണ്ടാകാം, അയാൾ മരിച്ചുപോയില്ലടോ, മരിച്ചുപോയവരെ പറ്റിയിട്ട് ഇങ്ങനെ പറയണോ എന്ന് എല്ലാവർക്കും ഒരു സംശയമുണ്ടാകാം. പക്ഷേ ഒരാൾ ഈ അദ്ദേഹത്തിൻ്റെ കൂടെ മിമിക്രി അവതരിപ്പിച്ച ഒരാൾ വന്നിട്ട് പറയുകയാണ്, അബിയിൽ നിന്നും എനിക്കുണ്ടായ ഒരു ദുരനുഭവത്തെ പറ്റി പറയുകയാണ്. അയാൾ എവിടെയും പറഞ്ഞിട്ടില്ല, അയാൾ പേടി കൊണ്ടായിരിക്കാം പറയാതിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബിയെ പോലെയുള്ള ഒരു മിമിക്രി രാജാവിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ചാൻസ് പോകുമോ എന്നുള്ള ഭയത്തിലായിരിക്കാം ആ പാവം അന്നൊക്കെ മിണ്ടാതിരുന്നത്. ഏതായാലും കണ്ണൻ സാഗർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മിമിക്രിക്കാരൻ, അയാൾ മിമിക്രി കൊണ്ട് വലുതൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളൊരു വിചാരമൊന്നും വേണ്ട. ഒരു പാവപ്പെട്ട ഒരു മിമിക്രിക്കാരനാണ്, ഗതിയില്ലാതുകൊണ്ട് പറഞ്ഞു തന്നെ, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ അയാൾ പറയുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, CVTV എന്ന് പറയുന്ന ഒരു ചാനലിലുണ്ട്, അത് നിങ്ങൾക്ക് പോയിട്ട് കാണാം. ഇപ്പോൾ കുറച്ച് ഭാഗം ഞാൻ കാണിച്ചു തരാം. ഒരു അനുഭവം, പക്ഷെ അത് പറഞ്ഞാൽ വിവാദം, അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത്. വിവാദം എന്നല്ല, അത് നമുക്ക് ജീവിതത്തിൽ ഒത്തിരി അനുഭവം ഉണ്ടായി. ഞാൻ പല ഇന്റർവ്യൂവിലും പലതും പറഞ്ഞെങ്കിലും ഈ അബീക്കയുടെ ഈ പറഞ്ഞ പരിപാടി, ഭീഷൺമകൻ പറഞ്ഞ പരിപാടി ഗൾഫിൽ ചെന്നപ്പോൾ എന്നോട് അദ്ദേഹം ചെറിയൊരു തുക പറഞ്ഞു. 5-6 പരിപാടിയാണ്, ഇത്ര രൂപ. ഞാനൊരു കുഴപ്പമില്ല, ഒരു കുഞ്ഞ തുക മതി. 6 പരിപാടിയല്ലേ ഉള്ളൂ, പൈസ അങ്ങനെ കൂടുതലും പറഞ്ഞല്ല. അതായത് ഗൾഫിൽ ഒരു പരിപാടി, അന്നൊക്കെ ഗൾഫിൽ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ അബി പറഞ്ഞു, ഒരു 6 പരിപാടിയേ ഉള്ളൂ, ചെറിയ തുകക്കാണെങ്കിൽ നിന്നെയും കൊണ്ടുപോകാം എന്നുള്ള അർത്ഥത്തിൽ ഒരു പരിപാടി ബുക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഇയാൾ പറഞ്ഞു, എനിക്ക് ഇത് മതി, കാരണം വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഗൾഫെങ്കിലും കാണാമല്ലോ, നമ്മളൊക്കെ ഗൾഫിൽ എപ്പോഴും പോകാനാണ് എന്നുള്ള ഇതിൽ അബീൻ്റെ കൂടെ പോയതാണ്. അങ്ങനെ ഈ 6 പരിപാടി എന്നുള്ളത് 13 പരിപാടി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. 13 പരിപാടി അവതരിപ്പിച്ചിട്ട് ഇവരുടെ റൂമിലേക്ക് ഇതിൻ്റെ സംഘാടകർ വരികയാണ്. അതായത് കോട്ടയം നസീറിനും സംക്രാന്തി നസീറിനും ഒക്കെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സംഘാടകർ വരുന്നത്. അവർക്കൊക്കെ കൈനിറിയെ ക്യാഷ് കൊടുക്കുന്നത്, ചെക്ക് കൊടുക്കുന്നത്, അതുപോലെ കൈനിറിയെ സമ്മാനങ്ങൾ കൊടുക്കുന്നത്, പിന്നെ അവരുടെയൊക്കെ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ വന്നിട്ട് സമ്മാനങ്ങൾ കൊടുക്കുന്നത്. ഈ ഒരു കലാകാരനെന്ന് പറഞ്ഞാൽ ഒരു ബന്ധുക്കൾ പോലും ഇല്ല അവിടെ. അതുകൊണ്ട് തന്നെ ഈ പാവത്തിന് ആരും സമ്മാനം കൊടുക്കാനുമില്ല, ഒന്നുമില്ല. ഇയാൾ തന്നെ പറയുന്നുണ്ട്, ആകെയുള്ളൊരു ബന്ധുവുള്ളത് മസ്കറ്റിലാണ്, അയാളാണെങ്കിൽ അയാളെ അവിടെ പട്ടിണി കിടന്നിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, ഇയാളെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഇവർക്കൊക്കെ ഈ പേയ്മെൻറ്റ് ഇങ്ങനെ കൈനിറയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇയാൾ ഇത് നോക്കി നിന്നു. കാരണം എന്ന് വെച്ചാൽ എനിക്കും കിട്ടുമല്ലോ, ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ടാണ് കിട്ടുമെന്ന് അറിയില്ല, ഏതായാലും നോക്കാമെന്ന് കരുതിയിട്ട് നിന്നു. അപ്പോൾ സംഘാടകർ ഇയാളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പേയ്മെൻറ്റ് എത്രയാണെന്ന്. അപ്പോൾ ഇയാൾ മാന്യമായിട്ട് പറഞ്ഞു, എൻ്റെ പേയ്മെൻറ്റ് അബിയോട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതല്ല, നിങ്ങളുടെ പേയ്മെൻറ്റ് നിങ്ങൾ പറയൂ, എത്രയാണ് നിങ്ങൾ വാങ്ങിക്കാറ് എന്ന് പറയുമെന്ന് നിർബന്ധിച്ചു. അങ്ങനെ എന്തിച്ച് ഇവർ നിർബന്ധിച്ചോണ്ട് പറഞ്ഞു, എനിക്ക് ഇത്ര തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഇങ്ങനെ പരസ്പരം നോക്കിയിട്ട് പറഞ്ഞു, ശരി നമ്മൾ അബിയായിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അവരങ്ങനെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അബി അവിടെ നിന്ന് ഫോൺ ചെയ്തിട്ട് ഒരു തെറി തെച്ചും പറയാൻ തുടങ്ങി. ഈ പാവത്തിനാ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇയാളെ ഒരുപാട് തെറി. അതായത് ഇപ്പോഴും ഇയാൾക്ക് കുറച്ച് ധൈര്യം വന്നെയാണ്, പണ്ട് ഇതിലും പാവമായിരുന്നു. ആ മനുഷ്യനെ അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ടും അബിയുടെ പ്രതികാരം അവിടെ തീർന്നില്ല. അതായത് ഈ തെറിയൊക്കെ പറഞ്ഞ്, എന്നാൽ അത് ആ ഒരു പ്രതികാരം അവിടെ തീരണ്ടേ, അത് തീർന്നില്ല. എല്ലാവർക്കും ടിക്കറ്റ് ആക്കി കൊടുത്തു, എല്ലാവർക്കും ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ പിറ്റേന്ന് രാവിലത്തെ ഫ്ലൈറ്റിന്. അതുപോലെ എല്ലാവർക്കും പർച്ചേസ് കൊടുത്തു. ഇയാളെ കയ്യിൽ 5-ന്റെ പൈസയില്ല. 5-ന്റെ പൈസയില്ലാതെ ഇയാൾ അജ്മാനിൽ ആ റൂമിൽ, ഇന്നത്തെ കാലമാണെങ്കിൽ നമുക്ക് ആരെങ്കിലും ബന്ധപ്പെടാം, ആരോടെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും തരും. പക്ഷേ ഈ 95 ആ കാലഘട്ടത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് പൈസ കൊടുക്കാനാണ്, ആരാഹാരം കൊടുക്കാനാണ്? അങ്ങനെ എന്തൊക്കെയായാലും ഇയാൾക്ക് മാത്രം ടിക്കറ്റ് ഇല്ല പിറ്റേന്ന്, ബാക്കി എല്ലാവരും പോവുകയും ചെയ്തു. ഇയാളവിടെ 5 ദിവസം നിന്നു. 5-ാമത്തെ ദിവസമാകുമ്പോഴേക്ക് ഭക്ഷണത്തിന് വരെ പൈസയില്ല. ഭക്ഷണത്തിന് പൈസയില്ലാതെ ഭക്ഷണം ഇല്ല. ആദ്യം 2 ദിവസമൊക്കെ ഈ റൂമിൽ കൊണ്ടു കൊടുത്തു ആൾക്കാർ, പിന്നെ അതും നിന്നു. അങ്ങനെ പട്ടിണിയായി എന്നുള്ളതാണ്. ഇയാൾ അവിടെ വെച്ച് കരഞ്ഞു എന്നാണ് പറയുന്നത്. ആ കണ്ണീരായിരിക്കാം ചിലപ്പോൾ അബീൻ്റെ ആ ഒരു വളർച്ചയ്ക്ക് ഒരു തടസ്സമായി നിന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അബി ഒരു പക്ഷേ ദിലീപിനെ കാട്ടിയൊക്കെ ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആകേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ അബിയുടെ വളർച്ച എവിടെയോ മുട്ടിപ്പോയിരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇതുപോലെയുള്ള ഒരു കലാകാരന്മാരുടെ കണ്ണീരായിരിക്കാം. അങ്ങനെ 5-ാമത്തെ ദിവസം ഇയാളുടെ റൂമിലേക്ക് കമ്മിറ്റിക്കാർ വരുന്നു. അങ്ങനെ അബിയാണ് പറഞ്ഞത്, അബിയായിരിക്കാം നീ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് ഇവനെ വിട്ടാൽ മതി എന്ന് പറഞ്ഞത്. ഈ പാവത്തിനാ, ഇയാളെ മാത്രം, ബാക്കിയുള്ള എല്ലാവരെയും കൊണ്ടുപോയി എന്നുള്ളതാണ്. അങ്ങനെ 5-ാമത്തെ ദിവസം
വന്നിട്ട് പൈസ കൊടുത്തു. ഇയാൾക്ക് സാധനമൊന്നുമില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് ഡ്രൈവർ എവിടെയോ നിർത്തിയിട്ട് കുറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തു പോലും. ആ ചോക്ലേറ്റ് കൊണ്ടാണ് ഇയാൾ വീട്ടിൽ വന്നത്. ഇയാൾക്കാണെങ്കിൽ അതിൻ്റെ ഇടയിൽ 2 പ്രോഗ്രാം നാട്ടിലേക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇതിനെക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാനൊന്നും വന്നതല്ല, ജീവിക്കാൻ വേണ്ടിയിട്ടും കലയോടുള്ള ഇഷ്ടം കൊണ്ടും വന്നതാണ്. അബിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ്സാണ്. അബിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു ബിസിനസ്, അതുപോലെ തന്നെ ഡീലിങ്, ഇതൊക്കെയാണ്. അങ്ങനെ ഈ മനുഷ്യൻ അത് ഇപ്പോഴാണ് പറയുന്നത്. ഇപ്പോഴൊരു ചാനലിൽ ചോദിച്ചപ്പോഴാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അബിയെ പോലെയുള്ള ഒരു കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ നേരായ വഴിക്കൊന്നുമല്ല ഒരു വലിയ നിലയിലെത്തിയത്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പലതരത്തിലും പല ആളെയും ചവിട്ടി താഴ്ത്തിയിട്ട് അവരുടെയൊക്കെ നെഞ്ചത്ത് കയറി നിന്നിട്ടാണ് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഉയരങ്ങളിലെത്തിയത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡീസൻ്റായി വന്ന് നേരായ വഴിയൂടെ എത്തിയതാണെന്ന് നമ്മൾ വിചാരിക്കണ്ട. ഇങ്ങനെ പല ആൾക്കാരുടെയും കണ്ണീര് വീണിട്ട് ആ കണ്ണീരിൽ ചവിട്ടിയിട്ട് നടന്നവരാണ് ഈ അബിയെ പോലെയുള്ള ചില ടീമുകൾ എന്ന് ആലോചിക്കണം. ഒരു വാക്ക് പറഞ്ഞതിന് അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഇതാണ്. അതായത് അബി പിന്നെ ഈ ഒരു കലാകാരന് വേണ്ടിയിട്ട് പറഞ്ഞത് ഒരു നല്ലൊരു തുകയാണ്. അപ്പോൾ അത് കമ്മിറ്റിക്കാർ അറിയുകയും ചെയ്തു, പിടിക്കുകയും ചെയ്തു. മൊത്തത്തിൽ നാണക്കേടായി. അതാ സംഭവിച്ചത്, അല്ലാതെ വേറെയൊന്നുമല്ല. അതായത് നല്ലൊരു തുക പിന്നെ ഇയാൾക്ക് വേണ്ടിയിട്ട് അബി മേടിച്ചെടുക്കും. വാങ്ങിച്ചെടുത്തതിന് ശേഷം ഇയാൾക്ക് ആ നക്കാപ്പിച്ചും കൊടുക്കും. അതായിരുന്നു പരിപാടി. അങ്ങനെയാണ് സാധാരണ മിമിക്രിക്കാരൊക്കെ ചെയ്യാറ്. പിന്നെ ഈ കോട്ടയം നസീറും സംക്രാന്തിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബീൻ്റെ അടുത്ത ആളാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ പൈസ അവർ തന്നെയായിരിക്കും വാങ്ങിക്കാറ്. അങ്ങനെയാണ് ഈ സംഭവം വെളിയിലായത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അബിക്ക് ഇത്രത്തോളം കലിപ്പായതും അബി പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ 5 ദിവസം അവിടെ പട്ടിണി കിട്ടതെന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അബി ജീവിച്ചിരിക്കുമ്പോഴായിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ അബിക്ക് നല്ലൊരു പൊങ്കാല ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ അബി അതിന് മറുപടി പറയാൻ അബി ഇല്ല. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഈ കണ്ണൻ സാഗർ എന്ന് പറയുന്ന ഒരു വ്യക്തി അത് അങ്ങനെ ഒരു നുണ പറയേണ്ട ആവശ്യമില്ല. ഒരിക്കലും അങ്ങനെ ഒരു നുണ പറയേണ്ട ഒരു ആവശ്യം ഈ കണ്ണൻ സാഗറിനില്ല. കാരണം അയാൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ സിനിമാ ലോകത്തെ മുടിചൂടാ മന്നനോ ഒന്നുമല്ല. ഇപ്പോഴും ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു അത്താഴ പ്രശ്നക്കാരനാണ്. അല്ലാതെ സിനിമയിൽ നിന്ന് ഒരുപാട് ഉണ്ടാക്കിയിട്ടോ ഇല്ലെങ്കിൽ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടോ ഒന്നുമില്ല. ഇപ്പോഴും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അയാൾക്കെന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇപ്പോൾ ഒരു വലിയ നേട്ടമൊന്നുമില്ല. ആദ്യം തന്നെ ഇൻ്റർവ്യൂവിൻ്റെ ആദ്യം തന്നെ പറയുന്നുണ്ട് ഇത് പറയണോ, പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വിവാദമാകും എന്നൊക്കെ ഇയാൾക്ക് പേടിയുണ്ട്, പറയുന്നുമുണ്ട്. അപ്പോൾ ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ വിളിച്ച് ചോദിക്കുമായിരിക്കും, നീ എന്തോ അബീനെ പറ്റിയിട്ട് അങ്ങനെ പറഞ്ഞത്, അബി ആരാ എന്നൊക്കെ പറയുന്നുണ്ടാകും. പക്ഷെ അതിലൊന്നും ഇയാൾക്ക് ഇപ്പോഴും പേടിയില്ല. എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അബീനെ വരെ പറയിക്കാനായിട്ടാണ് മകൻ നടക്കുന്നത്. ആലോചിച്ച് നോക്കണം. മകൻ നടക്കുന്നത് ഇപ്പോൾ അബീനെ വരെ പറയിക്കാനായിട്ടാണ്. മകനിപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമ മറ്റേ എന്താ പറയേണ്ടത് മുതലാളിമാറാം നിർമ്മാതാക്കളെ കുത്തുവാളി എടുപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ സോഫിയ പോളിൻ്റെ പടം ഇറങ്ങുന്നതിൻ്റെ തലേന്ന് എന്തോ ഒരു വിവാദം ഉണ്ടാക്കി വിട്ട് ആ വിവാദത്തോട് കൂടിയിട്ട് ആ പടം ചടപടോ എന്ന് പറഞ്ഞങ്ങ് വീഴുകയും ചെയ്തു. അതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഉണ്ണി മുകുന്ദനോട് ഊമ്പെന്ന് വിളിച്ചു, ഉണ്ണി മുകുന്ദന. അതിലോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കുറേ പൊങ്കാലയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട്. കാരണം ഈ സിനിമ എന്ന് പറഞ്ഞൊരു ബിസിനസ്സാണ്. ഈ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ എന്താ പറയേണ്ടത്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യനും എല്ലാവരും കയറി കഴിഞ്ഞാൽ മാത്രമേ സിനിമ വിജയിക്കുള്ളൂ. അല്ലാതെ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗം മാത്രം, ഒന്നിക്കും മുസ്ലിം മാത്രം, ഇല്ല ക്രിസ്ത്യാനി മാത്രം, ഇല്ലെങ്കിൽ ഹിന്ദു മാത്രം, ഇതൊന്നും സിനിമ വിജയിക്കൂല. സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കയറണം. ഇപ്പം ആസിഫ് അലീൻ്റെ ഒരു പ്രശ്നം വന്നു. ആസിഫ് അലീൻ്റെ പ്രശ്നത്തിൽ എന്തുകൊണ്ടാണ് ആസിഫ് അലിക്ക് ഇത്രയും പിന്തുണ ലഭിച്ച്? അത് ആസിഫ് അലീൻ്റെ ആ സ്വഭാവം കൊണ്ടാണ്. അവിടെ വർഗീയത, ജാതി, മതം ഒന്നും നോക്കിയിട്ടില്ലല്ലോ ആസിഫ് അലീന. എല്ലാവരും ആസിഫ് അലിക്ക് വേണ്ടിയിട്ട് പിന്നെ കച്ച കെട്ടി ഇറങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് നമ്മൾ എവിടെയെങ്കിലും ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു നന്മ നമ്മൾ വിടാതെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇതുപോലെ അബി എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അബിയെ പറ്റിയിട്ട് നല്ലതേ പറയുള്ളൂ. ഇപ്പോൾ ഈ കണ്ണൻ സാഗറിനോട് അന്ന് തന്നെ ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം ചെയ്തു, എന്നാലും അബിക്ക് എനിക്ക് മാന്യമായിട്ട് പേയ്മെൻറ്റ് തന്നു, എന്നെ കൊണ്ടുപോയി എന്നാണ് ചെയ്തതെങ്കിൽ ഇപ്പോഴും അബിക്ക് അതൊരു പേര്, ഒരു നല്ല പേരായുമായിരുന്നു. അപ്പം അങ്ങനെയാണ് പലരും ഇന്ന് കാണുന്ന സൂപ്പർ സ്റ്റാറുകളും കാറുകളും വണ്ടികളും ഒക്കെ ആക്കിയത് എന്നാണ് സാരം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.